ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് പർപ്പിൾ പോപ്പിൻസ്. MG അജിത് നിർമ്മിച്ച് MBS ഷൈൻ സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ ഫിലിമാണ് പർപ്പിൾ പോപ്പിൻസ്. മനോരമ ഡിസംബർ 18 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് എലീസ. അതുൽ രംഗനാഥ് സംവിധാനം ചെയ്തൊരു ഫാമിലി ഡ്രാമ ഫിലിമാണ് എലീസ. മനോരമ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്തിടെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് റൂഫ്മാൻ. ഒരു അമേരിക്കൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് റൂഫ്മാൻ. ലയൺസ് ഗേറ്റ് പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഡിസംബർ 19 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് പ്രേമന്റെ. നവനീത് ശ്രീറാം സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ മൂവിയാണ് പ്രേമന്റെ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 19 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മലയാളം മൂവി ബാൾട്ടി. ഷെയും നികത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ചായിരിക്കും ഈ മൂവിയുടെ OTT റിലീസ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, ഷൈം ടോം ചാക്കോ എന്നിവർ ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നു. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 19 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ഡിസംബർ ലാസ്റ്റ് വീക്കോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത മലയാളം മൂവി നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് നൈറ്റ് റൈഡേഴ്സ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബർ ലാസ്റ്റ് വീക്കോടെ OTT റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. റൊമാൻറ്റിക് കോമഡി വെബ് സീരീസ് ആണ് കസിൻസ് ആൻഡ് കല്യാണം. പ്രിയ പ്രകാശ് വാര്യർ, റോഷൻ അബ്ദുൾ റഹൂഫ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഇതിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഷംല ഹംസയെ കേന്ദ്ര കഥാപാത്രമാക്കി ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തൊരു ഫാമിലി മൂവിയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ലഭിച്ച മൂവി കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അഷ്കർ സൗദാൻ, ഷഹീൻ സിദ്ദിഖ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ് ബെസ്റ്റി. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതൊരു മലയാളം മൂവിയാണ് ഫാർ. പ്രവീൺ പീറ്റർ രചന സംവിധാനം നിർവഹിച്ചൊരു മൂവിയാണ് ഫാർ. മനോരമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽ സീസൺ 3. അജു വർഗീസ്, ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഹമ്മദ് കബീർ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ഡ്രാമ സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് സീസൺ 3. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ഡിസംബർ 19 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് എക്കോ. സന്ദീപ് പ്രദീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് എക്കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സോണി ലീവ് അല്ലെങ്കിൽ മനോരമ സ്വന്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബർ ലാസ്റ്റ് വീക്കോടെ റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മലയാളം മൂവിയാണ് ഇന്നസെന്റ്. അൽതാഫ് സലീം, ജോമോൻ ജ്യോതിർ, അനാർക്കലി മെരിക്കാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സതീഷ് തൻവി സംവിധാനം ചെയ്തൊരു കോമഡി മൂവിയാണ് ഇന്നസെന്റ്. ഇതിന്റെ OTT റൈറ്റ്സ് മനോരമ അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ഡിസംബറോടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു തമിഴ് മൂവിയാണ് തീയവർ കുലൈ നടുങ്ക. അർജുൻ, ഐശ്വര്യ രാജേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദിനേഷ് ലക്ഷ്മണൻ രചനയും സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് തീയവർ കുലൈ നടുങ്ക. സൺനെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് കളങ്കാവൽ. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കളങ്കാവൽ. സോണി ലീവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു തമിഴ് മൂവിയാണ് ആരോമലെ. കിഷൻ ദാസിനെ കേന്ദ്ര കഥാപാത്രമാക്കി സാരംഗ് തിയാഗു രചനയും സംവിധാനം നിർവഹിച്ചൊരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ആരോമലെ. സിംപ്ലി സൗത്തിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു വെബ് സീരീസ് ആണ് കത്താൻ. ഒരു ആക്ഷൻ ഡ്രാമ സീരീസ് ആണ് കത്താൻ. വിജയ് സേതുപതിയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഏക്
ദീവാനെ കി ദീവാനിയർ. ഹർഷവർദ്ധൻ റാണയെയും സോനം ബജുവയെയും കേന്ദ്ര കഥാപാത്രമാക്കി മിലാപ് സവേരി രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് ഏക് ദീവാനെ കി ദീവാനിയർ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദേശ്പാണ്ഡെ. മാധുരി ദീക്ഷിനെ കേന്ദ്ര കഥാപാത്രമാക്കി നാഗേഷ് കുക്നൂർ സംവിധാനം ചെയ്തൊരു ത്രില്ലർ സീരീസ് ആണ് ദേശ്പാണ്ഡെ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡിസംബർ 19 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് സിംഗിൾ സാൽമ. റൊമാൻറ്റിക് കോമഡി ഫിലിമാണ് സിംഗിൾ സാൽമ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡിസംബർ 26 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് രാത് അകേലി ഹെ. ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് രാത് അകേലി ഹെ. ഡിസംബർ 19 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ദക്ഷിണ കൊറിയൻ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഒരു ദക്ഷിണ കൊറിയൻ സയൻസ് ഫിക്ഷൻ ഡിസാസ്റ്റർ മൂവിയാണ് ദി ഗ്രേറ്റ് ഫ്ലഡ്. ഡിസംബർ 19 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും.